ഇതൊക്കെ ഷാർപ്പനറാണ്. നമസ്കാരം, ഞാൻ സ്വപ്ന കൃഷ്ണകുമാ. ഫുഡ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഒരു ഡെയ്സോ ജപ്പാൻ എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ഒരു ഷോപ്പിംഗ് ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് തിങ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുറച്ച് തിങ്സുകൾ ഞാൻ വാങ്ങിയിരിക്കണം. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇത് കണ്ടോ, ഇത് ഏതെടുത്താലും $3.30. ഇത് ഹോട്ട് മാറ്റ് അതുമാതിരി തന്നെ. ഞാൻ ഈ ഒരു ട്രേകൾ കണ്ടോ, ഇതൊക്കെ നമുക്ക് ഡിഫറെൻ്റായിട്ട് തോന്നി, ഞാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ റെഡ് ആൻഡ് ബ്ലാക്ക് ആയിരിക്കും എപ്പോഴും ഒരു കോമ്പിനേഷൻ. ഞാൻ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് വീട്ടിൽ വയ്ക്കാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ. ചെറുത് ഏതെടുത്താലും $3.30. ഒരെണ്ണത്തിന് അങ്ങനെയാണ് കേട്ടോ വില. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമില്ല, ചെറുതൊക്കെ. അതേമാതിരി തന്നെ ഇതൊരു വലിയ ഷോപ്പാണ്. ഇനി കുറേ സംഭവങ്ങളുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് നടന്നെത്താൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഇതാണ് ഒരു ബാർബിക്യൂ ചെയ്യണമായിട്ട് പ്ലേറ്റാണ്. മേലെ മിക്സ് വെച്ചിട്ട് ബാർബിക്യൂ ചെയ്യാം. പിന്നെ ഇവിടെ മുഴുവനും നല്ല തിരക്കാണ്, കട നല്ല തിരക്കാണ്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഈ സാധനം. ഇത് നന്നായിട്ടില്ലേ ഇത് കാണാനായിട്ട്? ഇത് രണ്ടെണ്ണം ചിലപ്പോൾ ഞാൻ എടുക്കും. ഇത് അതുമാതിരി എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഗ്യാസ് സ്റ്റൗ ഇല്ലേ, അതിന് ചുറ്റിനും അഴുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന സംഭവങ്ങളാണ്. എന്നുവെച്ചാൽ ഇതാണ് എനിക്കിഷ്ടപ്പെട്ട സംഭവം, കുക്കി കട്ടർ. പല ഷേപ്പുകളുണ്ടാവും. ഞാൻ കുറേ നോക്കി നടക്കാറുണ്ട് കുക്കി കട്ടേഴ്സ്. ഇങ്ങനെ വട്ടത്തിൽ കുഞ്ഞു കുഞ്ഞു കുക്കി കട്ടർ നോക്കി നടക്കാറുണ്ട്. ഇത് ഈ കേക്കിൻ്റെ ഇങ്ങനെ മോൾഡ് ഉണ്ടല്ലോ, കേക്ക് ക്രീം യൂസ് ചെയ്യണ പോലത്തെ മോൾഡ്. ഇത് അതുപോലെ തന്നെ മോൾഡുകളാണ് ഇതൊക്കെ. ഇത് പ്രിൻ്റഡ് ആപ്രോൺ. നല്ല രസമുണ്ടല്ലോ അത് കാണാനായിട്ട്. വാട്ടർ റിപ്പലൻറ്റ് പ്രിൻ്റഡ് ആപ്രോൺ. ഇങ്ങനെയുണ്ടോ, ഇതെനിക്ക് ഇങ്ങനെ വലിയ യൂസൊന്നും തോന്നുന്നു. ഇത് ചെറിയ സീവ് പോലെ. നല്ല ഭംഗി. പിന്നെ ചോപ്പ് സ്റ്റിക്സ് ആണ് അതൊക്കെ. ചോപ്പ് സ്റ്റിക്ക് നല്ല ഭംഗിയില്ലേ ഇത് കാണാം. സെക്ഷൻസാണ് ഫോക്സ്. ഇതെല്ലാം തന്നെ
ഒരു ബാത്റൂമിന് ആവശ്യമായ അല്ലെങ്കിൽ ലോണ്ട്രി ഡിറ്റർജൻസ് അതിനാവശ്യമായ സ്പഞ്ചസ്, സ്ക്രബ്സ് എല്ലാം ഉണ്ട്. ബോട്ടിൽസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഒരേ കൊട്ടകൾ ഏതെടുത്താലും 3.30 അങ്ങനെയാണ് അവിടെ വിലയിട്ടിരിക്കുന്നത്. $1 കേട്ടോ ഏതെടുത്താലും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് കിച്ചൺ ക്ലീനേഴ്സ്, ലിക്വിഡ്സ് അതൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല, നമുക്കറിയില്ലല്ലോ. നല്ലത് തന്നെയായിരിക്കും, ജപ്പാൻ പ്രൊഡക്ട്സ് ആണ്. ടവൽസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കാണിച്ചു തരാം. ഇത് ഈ ഗാർഡനിൽ വെക്കണ പോലത്തെയാണ് കേട്ടോ അതൊക്കെ. ഇത് എന്ത് കേട്ടാലും എടുക്കാൻ തോന്നും. ഇവിടെ കുറച്ച് പൈസ ചിലവാക്കേണ്ടി വരും നമ്മളതുപോലെയാണ്. പിന്നെ കൈ തുടയ്ക്കുമ്പോൾ ഡ്രസ്സിൽ വെള്ളം നനയാതിരിക്കാൻ ഇതിട്ടിട്ട് നല്ല പണികൾ. പിന്നെ ഇതെല്ലാം ഈ ഗാർഡൻ സെക്ഷൻസാണ്. അതൊക്കെ ചെറിയ ചെറിയ ഗാർഡനിൽ യൂസ് ചെയ്യണ പോലത്തെ. ഞാൻ ഇവിടെ നിന്നും ഗാർഡനിലേക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ ഞാൻ ദേവരെ കയ്യിലൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ദേവ, കാണിച്ചു തരൂ. വാവ്, സ്റ്റൂള്. വാൾപേപ്പർ പോലെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, കിച്ചണിൽ നമുക്കിങ്ങനെ എന്തെങ്കിലും തിങ്സുകൾ വെക്കാനായിട്ട് ഇതിങ്ങനെ കൊളുത്തിയിട്ടിട്ട് ഇത് ഈ സാധനം ഇങ്ങനെ ഇവിടെ ഫിക്സ് ചെയ്ത് നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. ഈ കബോർഡ്സൊന്നും ഇല്ലാത്തവർക്ക് ഭയങ്കര നല്ലതാട്ടോ അത്. ഞാൻ നോക്കിയപ്പോൾ ഓക്കെ. ഇതൊക്കെ ഇങ്ങനെ ഹാങ്ങേഴ്സിൻ്റെ സെക്ഷൻ അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ അത്രയൊക്കെ ഇതൊക്കെ ഒന്ന് ഓടിച്ചിട്ടാണ് പോകണുള്ളൂ കേട്ടോ. ഇത് വെറൈറ്റി ആയിട്ടില്ലേ. ഇതെന്താ അറിയോ, ഷോൾ ഇടുന്നതാണ് ഈ ഹാങ്ങർ. ഷോൾസൊക്കെ തൂക്കിയിടാം. ഇങ്ങനെ ഷൂസ്
ഇടുന്നതാണത്. ഷൂസ് ഇങ്ങനെ. ഇത്ര വലിയ ഹാങ്ങർ എവിടെയെങ്കിലും കണ്ടിട്ടോ നിങ്ങൾ? ഹാങ്ങറിൻ്റെ നീളം കണ്ടോ? പിന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു. പവർ ബാങ്ക് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ വയറില്ല. സോ ഈസി. ഇവിടെ നിന്നൊരു വയർ മേടിച്ചിട്ട് ഫോണിൽ കുത്തി, പവർ ബാങ്കിൽ കുത്തിയിട്ട് ഇപ്പോൾ ചാർജിൽ, ആ ചാർജിലാണ് ഇപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ ഫോണും ആ വയർ, അതിലൊരു വയറാണ് വാങ്ങിയത്. ഈ വയർ ചെയർ സോക്സ് എവിടെയെങ്കിലും കണ്ടുണ്ടോ? ചെയറിൻ്റെ അടിയിൽ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതൊക്കെ. കണ്ടോ? ചെയറിന് വരെ സോക്സ് ഉണ്ട് ഇപ്പോൾ. അങ്ങനെയായി അവസ്ഥ. ഇത് ക്യാബിനറ്റ് ഷീറ്റ്സുകൾ. ഇതാണ് കബോർഡിൻ്റെ ഉള്ളിലും എവിടെയെങ്കിലും റാക്കിൻ്റെ ഉള്ളിലൊക്കെ വിരിക്കുന്ന പോലത്തെ ഷീറ്റാണ്. ഇപ്പം അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. എല്ലാം എയർ ഫ്രഷ്നസ്സാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എയർ ഫ്രഷ്നസ്സാണ് അതൊക്കെ. വെറുതെ ഞാൻ അന്നത്തെ കാണിച്ചത് ജെല്ലി പോലെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റൂം സ്മെല്ലാവുന്ന മാതിരി. ഡിയോഡ്രൻറ്റ് ബീഡ്സ് എന്നാണ് അതിൻ്റെ പേര്. ഇത് സിട്രസ് ഷവർ. ഇനി ഇത് ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, സത്യം പറയാമല്ലോ. നമ്മൾ വെറുതെ നമ്പർ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. യൂസ് ചെയ്തതൊക്കെ ഞാൻ കുറച്ച് ഗാർഡൻ തിങ്സൊക്കെയാണ് കൊണ്ടുപോയത്. അതേമാതിരി തന്നെ കുറച്ച് കൊട്ടകൾ. ഞാൻ ഇനിയൊരു സാധനം കാണിച്ചു തരാം. ഈ കബോർഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യില്ലേ, അങ്ങനത്തെ ഐറ്റമാണല്ലോ. ഞാൻ വെറൈറ്റി ആയിട്ടുള്ള കേട്ടോ കാണിക്കണം. ഇതെന്താ കുമാർ ചേട്ടാ? ഇത് ഈ ഐറ്റം കുമാർ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഷെൽഫാണത്. അതായത് നമ്മൾ ഇവരാ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഷെൽഫ് ഉണ്ടാക്കുക എന്നാണ് പറയണ കുമാർ ചേട്ടൻ. അതിൻ്റെ റോഡാണത്. ടൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഭാഗം എവിടെ ഫിക്സ് ചെയ്യും? ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത് ഈ റാക്കിൻ്റെ ഉള്ളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും എന്നാണ് പറയണത്. അപ്പോൾ ഷെൽഫ് മാതിരി ഇതേപോലെ ഒരെണ്ണം മേടിച്ച് വെച്ചാൽ ഒരു ഷെൽഫായിട്ട് കിട്ടും. അപ്പോൾ ഈ ഏരിയ എന്ത് ചെയ്യും?
അറ്റാച്ച് ചെയ്തിട്ട് ഉറങ്ങാം. ടോക്സിൻസൊക്കെ കാലുമെന്ന് വലിച്ചെടുക്കുന്ന പറയണം. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ കേൾക്കുന്നത്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളേ, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ചിലതൊന്നും മനസ്സിലാവണില്ലേ, ലാംഗ്വേജ് കണ്ടോ ഉള്ള സാധനങ്ങളാണ്. സ്റ്റിക്കേഴ്സ് എനിക്കും ഇഷ്ടമായി. ഞാനൊരു കുട്ടിയാണല്ലോ. ദേവ പാറി നടക്കുക അവൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. നല്ല ഭംഗിയിൽ കാണാം. ഒരു സെക്ഷൻ കാണിച്ചു തരാം. ദേവ അതിൽ നിന്നൊക്കെ പറക്കി എടുത്തിട്ട് പോയിട്ടുണ്ട് കുറേ സാധനങ്ങൾ. ഇതാ, ഇത് മിഠായി ഒന്നും അല്ല കേട്ടോ, റബ്ബർ പോലത്തെ സംഭവങ്ങളൊക്കെയാണ് എല്ലാം. കുറേ ഉണ്ട്. അനിമൽസിൻ്റെ പോലത്തെ, പിന്നെ എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറയൂ കേട്ടോ, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ദേവത ഇതെടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ പേനകൾ, ചെറിയ പാർട്സാണ്. ഇവിടെ ഇല്ലാത്തൊരു സംഭവമില്ല കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയെന്നോ അച്ഛൻ തൊട്ട് അമ്മ വരാനോ എന്ത് വേണമെങ്കിലും പറയാം. അതുപോലെയാണ് കാര്യങ്ങളൊക്കെ കിടക്ക്. ഇതൊക്കെ അക്സസറി പാർട്സുകളാണ്. ടേബിളും ഇടുന്നത് സ്റ്റേഷനറി ഐറ്റംസാണ് എല്ലാം. നമുക്ക് ആവശ്യമില്ലല്ലോ. ഞാനിതൊക്കെ വെറുതെ ഒന്ന് ഓടിച്ച് കാണിക്കണുള്ളൂ കേട്ടല്ല. ഒറിജിനൽ ക്രിയേറ്റ് ആൻഡ് ഒറിജിനൽ ഫാൻ എന്നാണ് പറയുന്നത്. ഇതിൽ ആർട്ടിസ്റ്റിക്കായിട്ട് വരച്ചിട്ട് നമുക്കിതിന് ഫാൻ. ഇത് ഡെക്കറേറ്റീവ് ഫാൻ. ഇതും അതെ, അക്രലിക് പെയിൻറ്റിങ് ഇതൊക്കെ വരയ്ക്കണം. ആദ്യത്തെ പാഡുകൾ ഇത് അതുപോലത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് പട്ടിക്കുട്ടീനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു കണ്ടില്ലേ? അച്ചോടാ, അത്ര ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ. അയ്യോ, അതൊക്കെ സ്ലീപ്പിംഗ് ടൂം 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 വേക്കപ്പ്. ഇഷ്ടമായ ഇതൊക്കെ ഗാർഡൻ ഐറ്റംസ്. എല്ലാവരും ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കുക. എന്ത് കണ്ടാലും എടുക്കാൻ തോന്നും. അവർക്ക് പൈസ ആയിട്ടാണ് അങ്ങോട്ട് വരണമെങ്കിൽ. പൈസ അധികമില്ല, പക്ഷേ എടുത്ത് വരുമ്പോൾ ഓരോന്നൊക്കെ എടുത്ത് വരുമ്പോൾ പൈസയാവില്ലേ? എനിക്കെല്ലാം എടുക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ഓരോ ടൈമിൽ വന്ന് എടുക്കാൻ തോന്നും. പിന്നെ ഒരു സംഭവമാണ് കേക്ക്. ഡെക്കറേറ്റീവ് കുട്ടികളുടെ ഐറ്റംസുകളൊക്കെയാണ്. പേഴ്സ്, ഈ പാർട്ടി ഐറ്റംസ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ. സാധനങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അതെ, ഇതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കിമോണ ഡ്രസ്സല്ലേ അത് ധരിച്ച് നിൽക്കുന്നവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ അതാ ഓഫീസ് സീറ്റ്. ഇതിൽ വാട്ടർ ഫില്ല് ചെയ്യാം. അതൊന്നും ഞാൻ ട്രൈ ചെയ്യണില്ല കേട്ടോ, എനിക്കറിയില്ല. അത് കാരണം കൊണ്ടാണ്. പിന്നെ ദേവത ഈ ബിസ്ക്കറ്റ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ മോഡലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ്സ്. പേര് ഇവരുടെ ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് കാരണമാണ്. ബയോർ പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ കുറേ ബുക്സുകളിലൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ. ബയോർ നല്ലതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നമുക്ക്
അറിയില്ല, ഇവിടെയൊക്കെ വിലയുണ്ട്, ഇതിനൊക്കെ വില കൂടുതലാണ്. ഉണ്ടോ? ഇതൊന്നും ഞാൻ എന്തായാലും എടുക്കാൻ പോണില്ല. ഇതൊക്കെയാണ് ഈ മാസ്കുകളാണ് ഫേസിൻ്റെ. ഇതിനും വിലയുണ്ട് കേട്ടോ. 330 അല്ല, അവിടെ കണ്ട ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്കാണ് 330. ക്രീംസാണ് കേട്ടോ, ഷാംപൂസ്. ഇതാണ് ചോക്ലേറ്റ് സെക്ഷൻ. കിറ്റ് കാറ്റാണത്. ഇതെന്താ സംഭവം ഒന്നും ഭാഷയൊന്നും മനസ്സിലാവുന്നില്ല. ഡാർക്ക് ചോക്ലേറ്റാന്ന് തോന്നുന്നുണ്ട് കണ്ടപ്പോൾ. ഇതൊന്നും ഞാൻ എടുക്കാൻ പോണില്ല എന്തായാലും. ഇതെന്താ ദേവ, കിവിയാണോ അത്? ഇനി ഇത് ഹെയർ ക്ലിപ്പുകൾ, ലേഡീസ് സെക്ഷൻസ് ആട്ടോ അത്. ഇതാണ് കേട്ടോ കമ്മലിൻ്റെ സ്റ്റാൻഡാണത്. ഇതിൽ കമ്മലുകൾ ഇട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് ഇങ്ങനെ വെക്കാം കമ്മലുകൾ. ക്യൂട്ടായിട്ടില്ലേ ഇതാണ്? സ്പോഞ്ചസ്, ഇങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഈ വേറൊരു മോഡൽ മോയ്സ്ചറൈസിങ് ക്രീം. ഇത് അത്ര ഓയിൽ. ഇത് സിസർ. ക്രീമുകൾ, ഇതൊക്കെ ഇവരുടെ ക്രീമുകളാണ്. ഹാൻഡ് ലോഷൻ, എന്താ ബോഡി ലോഷൻ, പൗഡർ ലോഷൻ, ഹാൻഡ് ക്രീം, ഇയറിങ്സ്, കിമോസ്. ഇത് നമുക്കിതിൽ നോക്കിയിട്ട് നഖം വെട്ടാം. ലെൻസാണ്. ഡാഡിക്ക് വേണോ ലെൻസ്? ഇങ്ങനത്തെ ലെൻസ് വേണോ ഡാഡി? എനിക്ക് ഈ ഗ്രീൻ കളർ നല്ല ഇഷ്ടമായിട്ടാണ്. നല്ല ഭംഗിയുള്ള കളറല്ലേ? ഇത് ഫുഡ് കവറാണ്. ഈച്ചയൊക്കെ വരാതിരിക്കാനായിട്ടൊക്കെ മൂടി വയ്ക്കാൻ പറ്റും. വേണ്ട, ഇങ്ങനെ വെക്കാൻ പറ്റും. ചെറിയ ചെറിയ പേഴ്സുകളൊന്നും എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാത്തത്. അതാ ഇതിങ്ങനെ A to Z എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. വന്നു കഴിഞ്ഞാൽ വളരെ വിലയും കുറവാണ്. കൂളർ ബാഗാണ് കേട്ടോ അതൊക്കെ. കൂളർ തിങ്സുകൾ, ക്യാന്, തണുത്ത സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. പിക്നിക് മാറ്റ്, ഇതൊക്കെ പിക്നിക്കിന് പോകുമ്പോൾ ഇത് വിരിക്കുക, അവിടെ ഇരിക്കുക. ഇതും ചോട്ടേ ബാഗ് എന്ന് പറയില്ലേ നമ്മളങ്ങനെ, കൂളർ ബാഗ് പോലെ തന്നെ ഉള്ളിൽ അങ്ങനത്തെ ബാഗ്. പേപ്പർ ടവലിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ഇങ്ങനെ. ഇതൊക്കെ കിച്ചൺ പാക്ക് മീഡിയം. ഇത് സ്റ്റാൻഡിങ് ട്യൂബ് സ്ക്യൂസർ. ഇത് ദേവ ഡെമോ ചെയ്യും. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊന്ന് പറഞ്ഞു തരൂ ദേവ. ദേവ ബാഡ്. ഇതെന്തിനാ ദേവ അത്? ഇതൊക്കെ എന്തിനാ? അയ്യോ, വാട്ട് ഈസ് ദ പർപ്പസ്? ഇവർ ടങ്ക് ക്ലീൻ ചെയ്യുന്നുള്ളത് ആയിത്തറിവാണ്. എന്തായാലും ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്തിരി കുറവ്. അതിൻ്റെ മോഡലുകളാണ്. ഇത് കണ്ടോ, ടൂത്ത് ബ്രഷ് പൗച്ചിലിട്ടിട്ട് നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ഇതിലിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അതാണത്. ഇത് easy to use and reach teeth at the back of the mouth. Use other and like toothpick.
കുറേ സാധനം ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ബാഗ് ലോണ്ട്രി കിട്ടും. അപ്പോൾ നമുക്ക് സാധനങ്ങൾ നോക്കാം. ഞാൻ വാങ്ങിയ തിങ്സാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞില്ലേ ഏതെടുത്താലും 330 ആണ്. അപ്പോൾ ഇത് 2 എണ്ണം ഞാൻ വാങ്ങി. ഞാൻ 2 ട്രേ മേടിച്ചു ഇതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ, ഉണ്ടാക്കാൻ. എൻ്റെ കയ്യിൽ ഇല്ല ഇങ്ങനത്തെ ട്രേ. ഞാൻ കുറേ നോക്കി നടക്കാറുണ്ട്. പിന്നെ ഓൺലൈനിൽ മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കൊറോണയൊക്കെ സ്റ്റാർട്ടായത്. കാരണം ഇവിടുത്തെ ഷോപ്പുകളിൽ ഇങ്ങനത്തെ ഒന്നും അത്ര സ്റ്റീലിൻ്റെ ഒന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. പിന്നെ ജപ്പാൻ ആ നാട്ടിലത്തെ തന്നെ മേക്കിംഗ് ആണ്. പിന്നെ ഞാൻ വാങ്ങിയത് ഇതിങ്ങനെ കുറച്ച് ഈ ഇറ്റാലിയൻ ഹെർബ്സ് ഒക്കെ ഉണ്ടാവില്ലേ, പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കുപ്പികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെക്കാനായിട്ടൊരു ചെറിയൊരിത്. പിന്നെ ഞാൻ എന്താ വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ കുറേ നാളായിട്ട് നോക്കി നടക്കുന്നതാണ്. ഷോൾസൊക്കെ ഇങ്ങനെ തൂക്കിയിടാനായിട്ട് നമുക്ക് ലേഡീസിന് പ്രത്യേകിച്ച്. അതുപോലെ ബെൽറ്റൊക്കെ ഇടുന്ന പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ മെന്നെ കൂടെ കുമാർജനം കൂടെ ഉണ്ടായിരുന്നു. കുമാർജനം വേണമെങ്കിൽ മേടിക്കണം, കുമാർജനം അങ്ങനത്തെ മേടിക്കില്ല. എനിക്ക് ഷോൾസ് കുറേ നാളായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മടക്കി തൂക്കിയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കും എപ്പോഴും ഇങ്ങനത്തെ എല്ലാം ഇടണം. ഞാൻ ഓൺലൈൻ ഈ പറഞ്ഞ മാതിരി ഷോപ്പിംഗ് നോക്കിയിരുന്നു. ഇതന്നെ കൊറോണ തന്നെയായിരുന്നു സ്ഥിതി. ഇവിടേക്കൊന്നും അങ്ങനത്തെ സാധനങ്ങൾ വരുന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു സാധനങ്ങളുടെ സ്റ്റൈൽ അല്ലെങ്കിൽ ഇവിടുത്തെ കടകളിലുള്ള സാധനങ്ങളുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഭയങ്കര വേറൊരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക് ചൈന, ജപ്പാൻ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. അപ്പോൾ ഇത് ജപ്പാൻ ഷോപ്പാണ്. കുറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനിവിടെ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇപ്പം ഈ ഷോപ്പിൽ നിന്നാണ് കാണുന്നത്. ഏതെടുത്താലും 330 ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഡോളറാണ് കേട്ടോ. പിന്നെ ഇത് ദേവയ്ക്ക് സൈക്കിൾ ചെയിൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അത് തന്നെ അതേ വില തന്നെ. പിന്നെ എനിക്കൊരു ഹാൻഡ് ക്രീം വാങ്ങി, റോസിൻ്റെ റൊമാൻറ്റിക് റോസാണ്. എൻ്റെ വിരലുകളൊക്കെ നല്ല റൊമാൻറ്റിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റൊമാൻറ്റിക് റോസ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്ത് നോക്കി, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പിന്നെ ഇനി അടുത്തൊരു റിവ്യൂ കൂടി ഞാൻ ഇടുന്നുണ്ട്. എനിക്കറിയില്ല, സത്യം പറയണം, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഈ കടയിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ദേവയാണ് വാങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ദേവയുടെ സാധനങ്ങളാണ് അത്യാവശ്യം. ഇത് സ്ട്രോബെറിയുടെ ബോർബോൺ. അതേമാതിരി തന്നെ ദേവ വാങ്ങിയതാണ് മേപ്പിൾ ബിസ്ക്കറ്റ്. അത് ബനാന ഒക്കെ ദേവയുടെ ഐറ്റംസ് ആണ്. പിന്നെ ദേവയ്ക്ക് പാസ്ത കഴിക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റീല് അവന് വേണ്ട, ഫോർക്ക് എന്ന് പറഞ്ഞിട്ട് അവന് ഒരു ഇങ്ങനെ ഒരു മോഡൽ. പിന്നെ അതേമാതിരി തന്നെ ഇത് അതേ ദേവയുടെയാണ്. ഇറേസർ എന്ന് പറയില്ലേ, അതാണ്. എല്ലാ ഇറേസർ പോലത്തെ പിന്നെ അങ്ങനത്തെയൊക്കെയാണ് വാങ്ങി വെച്ചിരിക്കുന്നത് അവന്. പെന്ന്, ഈ പെന്ന് എന്താ പറയുക ദേവ? മെക്കാനിക്കൽ പെൻസിലാണ്. ദേവയ്ക്കാന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇവിടെ വാങ്ങിയിരിക്കുന്നത്. ഞാനൊന്നും കണ്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ ദേവതൊക്കെ പറക്കി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെതാ ഇത് ഐ മാസ്ക് അല്ലേ ദേവ? ഐ മാസ്ക്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് റിവ്യൂ. ഈ 2 കൊട്ടയും വാങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പൊ ദേവ ബോർബോൺ ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. യമ്മിയ നോക്കട്ടെ. അപ്പുറത്തും കണ്ടോ, ഇതിൻ്റെ ഇപ്പുറത്തിങ്ങനെ. ഇത്രയും സാധനങ്ങളാണ് ഡെയ്സോ ജപ്പാൻ എന്ന് പറയുന്ന ഷോപ്പ്. ജപ്പാൻ ഷോപ്പാണ്. ഡെയ്സോ എന്ന് പറഞ്ഞ പേരിലുള്ളതാണ്. അവരുടെ തന്നെ മേക്കിംഗ് ആണ് മിക്ക സാധനങ്ങളും അതിൽ. അപ്പോൾ നല്ല സാധനങ്ങൾ തന്നെയാണ്, നല്ലൊരു റിവ്യൂ തന്നെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. വിലയും അത്രയൊന്നുമില്ല. ചില കോസ്മെറ്റിക്സ് ഐറ്റംസിന് മാത്രമാണ് കുറച്ച് വില കൂടുതലുള്ളത്. അതൊന്നും ഞാൻ എടുത്തില്ല. അത് നമുക്ക്
എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യൂ, അതേമാതിരി തന്നെ ലൈക്ക് ചെയ്യൂ, പിന്നെ മാക്സിമം ഷെയർ ചെയ്യൂ. ഇഷ്ടമാവുകയാണെങ്കിൽ, ഇഷ്ടമായില്ലെങ്കിലും കുഴപ്പമില്ല, കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് പോട്ടെ ഞാൻ. ബൈ.